ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അയാളെ കേൾക്കുകയാണോ ചെയ്യാറുള്ളത്, അതോ അയാൾക്കുള്ള മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണോ ചെയ്യാറ്? മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യം പറയട്ടെ, നമ്മൾ കേൾക്കുന്നതിന് പകരം അയാൾക്ക് കൊടുക്കേണ്ട മറുപടി മനസ്സിലിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും അയാൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയറി ഇടപെടാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലിസണിങ് സ്കില്ലിനെ കുറിച്ചിട്ടാണ്. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എപ്പോഴും നല്ലൊരു ലിസണർ ആയിരിക്കും. ഒരു നല്ല ലിസണർക്ക് മാത്രമേ അപ്പുറത്തുള്ള ആളുടെ ഇമോഷൻസ്, ബോഡി ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ആളുകൾ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ലൈഫിൽ തന്നെ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് മറ്റേ ആളുടെ ആ സമയത്തെ ഇമോഷൻസ് മനസ്സിലാക്കാതെ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കാരണം അവർ ഹേർട്ടായിട്ടുണ്ടാവും. ആ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വലിയ വിടവ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അവിടെ നമുക്കുണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ അവരെ കേട്ടിട്ടുണ്ടാവില്ല, നമ്മളൊരു നല്ല ലിസണർ ആയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചില ഇൻ്റർവ്യൂസ്, ടോക്ക് ഷോകളൊക്കെ കാണുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ സംസാരിക്കുന്നത് ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇൻ്റർവ്യൂ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിലും സംഭവിക്കുന്നത്. നമ്മൾ ഒരാളെ മുഴുവൻ കേൾക്കാതെ അവരെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അവർ മുഴുവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ റിയാക്ട് ചെയ്തു തുടങ്ങും. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരിക്കലും ഒരാൾ സംസാരിക്കുന്നതല്ല, അതൊരു 2-way പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വളരെ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി റെഡി ആവണം. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ല സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ലിസണർ ആവണം. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ഫോളോ.